It's DJ. ഹലോ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കണേ അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ തീർന്നോ? ഇല്ല, ഇനിയും പഠിക്കാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ട, ഠ അല്ലേ? ഇന്ന് നമുക്ക് പുതിയ അക്ഷരം പഠിച്ചാലോ? ആരാ പറയുക ഈ അക്ഷരത്തിൻ്റെ പേര്? ആർക്കറിയാം? ഡ. എന്താണ്? ഡ. ഈ അക്ഷരത്തിൻ്റെ പേര് പറയൂ. ഡ. ഈ അക്ഷരം നമുക്ക് പഠിക്കാം. റെഡിയാണോ? നോക്കൂ, അതാരാണ്? ആ കുട്ടി എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുകയാണ്? ഡാൻസ് കളിക്കുകയാണ് അല്ലേ? ടീച്ചർ ദാ ഇവിടെ ഡാൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് പഠിച്ച അക്ഷരം ഇവിടെ കാണുന്നുണ്ടോ? ഉണ്ടോ? ഇതാ അല്ലേ? ഡ, ഡാൻസ്. ഡ എന്ന അക്ഷരം ഉൾപ്പെടുന്ന ഒരു വാക്കാണ് എന്ത്? ഡാൻസ്. ഇനി ഈ ചിത്രം എന്താണെന്ന് അറിയാമോ? പണ്ട് കാലത്ത് TV ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പാട്ട് കേൾക്കാനും വാർത്ത കേൾക്കാനും സിനിമയൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് ഇതാണ് ഉപയോഗിച്ചത്. ടീച്ചർ ഇവിടെ പേരെഴുതാം. ഇവിടെ ആദ്യത്തെ അക്ഷരം നോക്കിയേ. ആ ചിഹ്നം നിങ്ങൾ നോക്കണ്ട. ഇതേതാണ് അക്ഷരം? റ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റ. രണ്ടാമത്തെ അക്ഷരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നു ഡ. ഓക്കെ, അടുത്ത അക്ഷരം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? കുഴപ്പമില്ല, നമ്മൾ ടീച്ചർ പേര് പറയാം. എന്താണ്? റേഡിയോ. എന്താണ്? റേഡിയോ. റേഡിയോ എന്ന് എഴുതുമ്പോഴും ഡ എന്ന അക്ഷരം വരുന്നുണ്ട് അല്ലേ? ഇതാരാണ് ഈ പറന്ന് നടക്കുന്നത്? അറിയാമോ? ടീച്ചർ ഒരു ക്ലൂ തരാം. നമ്മുടെ വീട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്നത് ആരാണ്? പരുന്ത് അല്ലേ? പരുന്തിൻ്റെ മറ്റൊരു പേരാണ് ഗരുഡൻ. എന്താണ്? ഗരുഡൻ. ടീച്ചർ ഇവിടെ ഗരുഡൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് പഠിച്ച അക്ഷരം എവിടെയാണെന്ന് തൊട്ട് കാണിച്ചേ. വെരി ഗുഡ്, നല്ല കുട്ടികളാണല്ലോ. ഇനി ഇതിഷ്ടമാണോ? ഇഷ്ടമാണോ? എന്താണിത്? ലഡു അല്ലേ? ലഡുവിൻ്റെ നിറം എന്താണ്? മഞ്ഞയും ഓറഞ്ചും പച്ചയും അങ്ങനെ പല നിറത്തിലുള്ള ലഡു നമുക്ക് കിട്ടും അല്ലേ? ടീച്ചർ ഇവിടെ ലഡു എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് പഠിച്ച അക്ഷരം കാണുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇനിയും ഡ എന്ന അക്ഷരം ഉൾപ്പെടുന്ന ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ? എന്നാലും ഇന്ന് പഠിച്ചിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡ, ഡാൻസ്, റേഡിയോ, ഗരുഡൻ, ഈ ചിത്രം ലഡു അല്ലേ? ഇനി നമുക്ക് ഡ എന്ന അക്ഷരം എഴുതാൻ പഠിക്കാം. എല്ലാ കുഞ്ഞുമക്കളും വേഗം സ്ലേറ്റും പെൻസിലും എടുത്ത് റെഡിയായേ. ഡ എന്ന അക്ഷരം എഴുതാം. എല്ലാവരും റെഡിയാണോ? മുന്നത്തെ ക്ലാസ്സിൽ റാ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? റാ എന്ന അക്ഷരം എഴുതുക. കൈയെടുക്കാതെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നോ? ഇനി വീണ്ടും അതിൽ കൂടെ തന്നെ താഴത്തേക്ക് വരുന്നു. വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് വേണം കൈയെടുക്കാൻ. ഇതേത് അക്ഷരമാണ്? ഡ. ഒന്നും കൂടി എഴുതാം. റാ എന്ന അക്ഷരം എഴുതുക. കൈയെടുക്കാതെ ഇങ്ങനെ മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക്, വീണ്ടും മുകളിലേക്ക്. പറഞ്ഞേ. ഡ, ഡാൻസ്. വീണ്ടും ഒന്നും കൂടി എഴുതാം. റാ എന്ന അക്ഷരം എഴുതി കൈയെടുക്കാതെ മുകളിലേക്ക്, വീണ്ടും താഴത്തോട്ട്,
വീണ്ടും മുകളിലേക്ക്. ഏതക്ഷരമാണ്? ഡ. ഈ ഡ വരുന്ന ഒരു വാക്ക് പറഞ്ഞേ. ഗരുഡൻ. അല്ലേ? ഗരുഡൻ. ഇനി ഒന്നും കൂടി എഴുതാം. റ എന്ന അക്ഷരം എഴുതി കൈയെടുക്കാതെ മുകളിലേക്ക്, താഴത്തേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നു. ഡ. ഡ വരുന്ന വാക്ക് പറഞ്ഞേ. ലഡു. ഒന്നും കൂടി എഴുതാം. റ എന്ന അക്ഷരം എഴുതി കൈയെടുക്കാതെ ഇങ്ങനെ മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക് വന്നു. മുകളിലേക്ക് വീണ്ടും പോയി. ഡ. ഡ എന്ന അക്ഷരം വരുന്ന മറ്റൊരു വാക്ക് പറയൂ. റേഡിയോ. അല്ലേ? ഇപ്പോൾ ടീച്ചർ ഇത്ര എഴുതി കാണിച്ചു. കുഞ്ഞുമക്കൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സ്ലേറ്റിൽ കുറേ പ്രാവശ്യം എഴുതി അമ്മയ്ക്കും അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് സ്റ്റാറും വെരി ഗുഡും ഒക്കെ മേടിക്കണം കേട്ടോ. ഇനി ഒരു ആക്ടിവിറ്റി ചെയ്താലോ? ഇവിടെ കുറേ അക്ഷരങ്ങൾ കാണാം അല്ലേ? ഇതിൽ ഇന്ന് നമ്മൾ പഠിച്ച ഡ എന്ന അക്ഷരം എവിടേക്കുണ്ടെന്ന് തൊട്ട് കാണിക്കണം. എവിടേക്കുണ്ട്? എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇനി കൂട്ടുകാർ ഡ എന്ന അക്ഷരം വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തണം. അതിനായി ടീച്ചർ ഒരു സഹായം ചെയ്യാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. ആ ചിത്രത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കണം. അറിയില്ലെങ്കിൽ അമ്മയോട് ചോദിക്കണേ. ഇന്നത്തെ ഡ എന്ന അക്ഷരം സ്ലേറ്റിൽ എഴുതി പഠിക്കണേ. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.